എന്നാൽ ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. കൊല്ലത്ത് നിന്നാണ് ആ വാർത്ത വരുന്നത്. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഡോക്ടർക്കെതിരെ പീഡന പരാതി. ജൂനിയർ വനിതാ ഡോക്ടറാണ് സർജൻ ഡോക്ടർ സെർബിൻ മുഹമ്മദിനെതിരെ പരാതി നൽകിയത്. മെഡിക്കൽ കോളേജിലെ മുറിയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി. സെർബിൻ മുഹമ്മദിനെ മെഡിക്കൽ കോളേജ് അധികൃതർ സസ്പെൻഡ് ചെയ്തു. പാരിപ്പള്ളി പോലീസ് കേസെടുത്തതോടെ പ്രതി ഒളിവിൽ പോയി. ദിലീപ് ദേവസ്യ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദിലീപ്, ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. എന്താണ് ശരിക്കും ആശുപത്രിയിൽ സംഭവിച്ചത്? റോഷ്നി, സംഭവം നടക്കുന്നത് കഴിഞ്ഞ മാസം 24-ാം തീയതിയാണ്. അതായത് വനിതാ ജൂനിയർ ഡോക്ടറുടെ പരാതിയിലാണ് ഇപ്പോൾ ഈ ഡോക്ടർ സെർബിൻ മുഹമ്മദ് ഒളിവിൽ പോയിരിക്കുന്നത്. ഈ കുട്ടിയെ ഡോക്ടറെ പീഡിപ്പിച്ചു, വനിതാ ഡോക്ടർ പീഡിപ്പിച്ചെന്നുള്ള പരാതിയിൽ ആദ്യം നൽകിയിരുന്നത് ആശുപത്രിയിലെ പ്രിൻസിപ്പലിനായിരുന്നു. ഈ പ്രിൻസിപ്പൽ ഒരു ഇന്റേണൽ കമ്മിറ്റിയെ രൂപീകരിച്ച കേസ് അന്വേഷിച്ചിരുന്നു. ഇതിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പോലീസിൽ പരാതി നൽകുന്നതും ഇതിൽ പിന്നീട് നടത്തിയ ഗുരുതരമായ ആരോപണങ്ങൾ, ഈ വനിതാ ഡോക്ടർ ഉന്നയിച്ച ആരോപണങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഡോക്ടർ ആരോപണ വിധേയനായ സെർബിൻ മുഹമ്മദ് ഡ്യൂട്ടിക്ക് മദ്യപിച്ചെത്തുന്നു, അങ്ങനെ തന്നെ റൂമിലേക്ക് കൊണ്ടുപോയി തനിക്കും മദ്യം നൽകി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു പരാതി. അങ്ങനെയെങ്കിൽ ഈ ജോലിക്ക് എത്തുമ്പോൾ നിരവധി രോഗികൾ എത്തുന്ന സ്ഥലമാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്. അവിടെ മദ്യപിച്ച് എത്തുന്നത് വലിയ തെറ്റാണെന്ന് കണ്ടതിനെ തുടർന്ന് ഉണ്ടായിരുന്നു. പിന്നീടാണ് ഈ പോലീസിന് ദിലീപ് ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. ഇത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ജൂനിയർ വനിതാ ഡോക്ടറെ സർജൻ ഡോക്ടർ സെർബിൻ മുഹമ്മദ് എന്ന് പറയുന്ന ആൾ മെഡിക്കൽ കോളേജിലെ മുറിയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയാണ്. ഇപ്പോൾ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തൊരു നടപടി ആശുപത്രി എടുത്തു. പക്ഷേ പാരിപ്പള്ളി പോലീസ് കേസെടുത്തതോടെ പ്രതി ഒളിവിൽ പോയി. ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് ദിലീപ് ദേവസ്യ പങ്കുവച്ചത്.